നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അതിന് യാത്രയിൽ നിൽക്കണതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോവുകയാണ്. എറണാകുളത്താണ് കല്യാണം. രാജേട്ടൻ്റെ അനിയത്തി വാസന്തിയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. വണ്ടിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു കേട്ടോ. ഒരു ചമ്പകപ്പൂ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുള്ള വാസനയാണ്. ഞാൻ ഇതിൽ കൂടെ പോയാൽ മതി, ചമ്പകത്തിൻ്റെ മണം കിട്ടും ചേട്ടാ. ഞാനേ അപ്പം ചമ്പകം ഇങ്ങനെ വയ്ക്കാം അല്ലേ? എങ്ങനെ വയ്ക്കണ്ടേ? ഇങ്ങനെ വയ്ക്കാം. ഓക്കെ. ചമ്പക പൂങ്കാവനത്തിൽ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസിരുന്നു. രാജേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടേ, ഒരു ഗോപി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വരും ഇങ്ങോട്ട് കേട്ടോ. അടുത്ത വീട് കേട്ടോ. ആൾ കൊണ്ടുവന്നതാ. അവരുടെ വീട്ടിൽ ചമ്പകമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ചമ്പകപ്പൂ കൊണ്ടുവരും. 2 3 ഒക്കെ കൊണ്ടുവരും. ചിലപ്പോൾ ജയശ്രീക്കും കൊടുക്കും, എനിക്കും കിട്ടും. എങ്ങനെയുണ്ട് ഓക്കെ? അപ്പം ഞങ്ങൾ പോയിട്ട് വരാട്ടോ കുട്ടികളെ. നമുക്ക് ലൈറ്റ് ഓഫ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. എവിടെയാ കല്യാണം എന്നറിയോ? എറണാകുളത്ത് എവിടെയാ? തൃപ്പൂണിത്തുറ കേട്ടോ. പുതിയകാവ് ഓഡിറ്റോറിയത്തിൽ. പുതിയ കാവ്. ഓക്കെ. ശ്രീഭദ്ര ഓഡിറ്റോറിയം. അത് നമുക്ക് ഇത് വയ്ക്കണ്ടേ? എന്താ ഗൂഗിളിൽ? അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. എന്നിട്ട് കല്യാണ പെണ്ണിനൊക്കെ വന്നിട്ട് കാണിച്ചു തരാമേ. ഓക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മളിത് അവിടെ ആലുവ എത്തിയിട്ടോ. ആലുവ പുഴയുടെ മുകളിലൂടെ പണിത പാലുണ്ടല്ലോ, അതൊക്കെ കടന്നു. ഒരു പാലം കഴിഞ്ഞു, 2ാമത്തെ പാലം വരാറായിട്ടുണ്ട് കേട്ടോ. 2 പാലം കാണിച്ചു തരാം. ഇംഗ്ലീഷുകാർ പണിത പഴയ പാലും അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പണിത പാലും കണ്ടു. ഇതാണ് ഇംഗ്ലീഷുകാർ പണിത പാലം അപ്പുറത്തുള്ളത്. ഇപ്പുറത്ത് നമ്മൾ പോണത് നമ്മുടെ ഇവിടുത്തെ, അത് 1 വേ ആണ്. അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ പാലത്തിൽ കൂടെ പോകാം കേട്ടോ. അങ്ങനെ ആലുവ പുഴ കടന്നു. ഇനി ആലുവ കഴിഞ്ഞാൽ പിന്നെ മെട്രോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആലുവ വരെയാണ് മെട്രോ ഉള്ളൂ. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് മെട്രോ സ്റ്റാർട്ടായി. കണ്ടു. കുറച്ച് തൂണുകളൊക്കെ കാണാം, ചെടികൾ കാണാം. മെട്രോ സ്റ്റേഷനാണ് ആലുവയിലത്തെ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇന്നാളൊരു ദിവസം മെട്രോയുടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോഴും പിന്നെ ഗോപൻ്റെ ജ്യോതിരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഒരു മോളിക്കൂടെ ഒരാഗ്രഹം ഇതിൽ പോകണം എന്നുള്ളത് എനിക്ക്. 2 വട്ടം പോയി. അങ്ങനെ മെട്രോ കഴിഞ്ഞു. അതേ കണ്ടോ, വീണ്ടും അടുത്ത സ്റ്റേഷനാണ്. എന്താ രസമല്ലേ കാണാനായിട്ട്. ഓരോ തൂണിനും ഓരോ നമ്പറാണ്. നമ്മളിപ്പോൾ പുതിയകാവ് അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൽ കയറിയില്ല കേട്ടോ. കല്യാണം വേറെ സ്ഥലത്ത് വെച്ചായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത, ഇവിടുത്തെ നാദസ്വരം വൈകുന്നത് ആരാന്ന് നോക്കൂ. ഒരു മഹിളാമണിയാണ് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. ഇവരുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവരായിട്ട് പരിചയപ്പെട്ടു കേട്ടോ. അവരുടെ പേര് കുമാരി. അരൂരാണ് വീട്. അരൂര്. കുമാരി എന്ന് പേര്. ശരിക്കും ചോദിച്ചു പറഞ്ഞാൽ കേരള കുമാരി എന്നാണ് ഇത്ര പേര്. കേരളപ്പിറവിയുടെ അന്ന് ജനിച്ച കുട്ടിയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരള കുമാരി എന്ന് പേരിട്ടത്ര. കല്യാണത്തിൻ്റെ നടക്കാൻ പോണ വേദി കണ്ടില്ലേ?
അത് ആ പെൺകുട്ടി ഇവിടെ ആങ്ങളുടെ ഭാര്യ, രാജീവിൻ്റെ ഭാര്യയല്ലേ അത്? ആ ആ. നന്ദിപുരം, പിന്നെ ചേതംകുളങ്ങര. കല്യാണ ചെറുക്കനെ എതിരേറ്റ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. താലക്കാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അമ്മ അഷ്ടമംഗലിൽ എടുത്തിട്ടുണ്ട്. മേളക്കാരും പോവുകയാണ് കേട്ടോ. ആദ്യം കേരളകുമാരിയാണ് ഫസ്റ്റ് പോണത്, നാദസ്വരക്കാരി. ഇപ്പോൾ അവർ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരും വരനെ. ആദ്യം വരനെ ആനയിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ വധുവിനെ ആനയിച്ച് കൊണ്ടുവരികയാണ്.
വിവാഹ ചടങ്ങിന് ശേഷം ഞാൻ ഈ കേരളകുമാരിയെ പരിചയപ്പെട്ടു. കേരളകുമാരി കേരളപ്പിറവിയുടെ അന്നാണ് അത്ര ജനിച്ചത്. അതുകൊണ്ടാണ് ഈ പേരിട്ടത് മാതാപിതാക്കളത്രേ. 2 പേരുണ്ട്, 2 സിസ്റ്റേഴ്സും ഇത് പഠിച്ചിട്ടുണ്ട്. കല, തകില്, അതുപോലെ നാദസ്വരം, അങ്ങനെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്രേ. കല്യാണത്തിന് ശേഷം ഞങ്ങൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഊണൊക്കെ കഴിച്ചു. എല്ലാ വിഭവങ്ങളും വിളമ്പിക്കഴിഞ്ഞ് പരിപ്പും നെയ്യും പപ്പടം ഒന്നും അറിയില്ലേ, ആദ്യം കഴിക്കുന്നത് പരിപ്പും നെയ്യുമാണ്. അങ്ങനെ ഒരു ക്രമത്തിലെല്ലാം വിളമ്പിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് ഇറങ്ങാണ്. അതവിടെ കുറേ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഇവിടെ കാണുന്നതാണ് ക്ഷേത്രം കേട്ടോ, പുതിയകാവ് ഭഗവതി ക്ഷേത്രം ഇവിടെയാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രം. അതിനടുത്ത് ക്ഷേത്രം, ഓഫീസ്, ഊട്ടുപുര മുതലായ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നല്ല ഒരു സദ്യയൊക്കെ ഉണ്ടു, കല്യാണം കൂടി, നാദസ്വരം കച്ചേരി കേട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ?